ഹായ് ഫ്രണ്ട്സുകളെ, എല്ലാ ചങ്കുകൾക്കും ഞാനൊരു കാഴ്ച കാണിച്ചു തരാം നിങ്ങൾക്കിട്ടാ. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് പൂവിട്ട് നിൽക്കണത് കണ്ടില്ലേ? എന്താ രസം, എന്തൊരു ഭംഗിയാണ് കാണാനില്ലേ. നല്ല മണം പരത്തുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. ഞാനിപ്പോൾ രാത്രി ഞാൻ പരാഗണം ചെയ്യാൻ വേണ്ടി വന്നതാണ്. പരാഗണം ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ പൂവ് കൊഴിഞ്ഞു പോവും, കായ പിടിക്കില്ല, പിന്നെ കായ ചെറുതാവില്ലെങ്കിൽ. അപ്പോൾ ഞാനത് പരാഗണം ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പരാഗണം ചെയ്ത് 30-ാം ദിവസം നല്ല കായ ഉണ്ടാവും, നല്ല പഴുത്ത് തുടുത്ത നല്ല കായ, നല്ല ടേസ്റ്റി, നല്ല മധുരമുള്ളതാണ്. നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് കളറിലുള്ളതാണ്. നല്ല നല്ല രസമുണ്ട്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ പ്രാവശ്യം 5 എണ്ണം ഉണ്ടായി. പിന്നെ ഇനി ഇപ്രാവശ്യം എത്ര എണ്ണം ഉണ്ടാവുക അറിയില്ല. ഒന്ന് പൂവ് കൊഴിഞ്ഞു പോയതാണ്. ഇതിൻ്റെ മുന്നൊന്നും ഉണ്ടായി, അത് പരാഗണം നടത്താനൊക്കെ പറ്റിയില്ല. അത് കാരണം ഞാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം അത് പിന്നെ കൊഴിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ ദൂരത്ത് വെച്ചിട്ട് ഞാൻ വന്ന് നോക്കിയതാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇടാൻ വേണ്ടി നോക്കി നോക്കുമ്പോൾ ഓർമ്മ വന്ന്. അപ്പോൾ ഞാൻ വേഗം കയറി വന്നതാണ്. അപ്പോൾ നല്ല രസത്തിൽ പൂത്ത് അലഞ്ഞ് നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല നമുക്കിത് കണ്ടാൽ തന്നെ നല്ല സന്തോഷം, നല്ല മനസ്സിന് തന്നെ ഒരു ഭയങ്കര ആനന്ദം തോന്നും. അത്ര ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ടെറസിൻ്റെ മുകളിലൊരു ബക്കറ്റിലാണ് ഞാൻ വെച്ചെടുക്കുന്നത്. പിന്നെ കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വേറെ കേടൊന്നുമില്ല. ബക്കറ്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ബക്കറ്റിലല്ല അത് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴത്തേക്കൊന്നും പോകാൻ മാത്രമൊന്നും ഇതിന് വേണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, നല്ല ഭംഗിയായിട്ട് ഉണ്ടാവും. നല്ല നോക്കിയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 ദിവസം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. വളങ്ങൾ നമ്മളെ വീട്ടിൽ കിട്ടുന്നതായ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് നന്നായി വലുതായതിൻ്റെ ശേഷം വേപ്പും പിണ്ണാക്കും, എല്ലുപൊടി, പിന്നെ കോഴിക്കാട്ട വളം അങ്ങനെയുള്ളതൊക്കെ ചേർത്തിട്ട്, തൈര്, മോര്, പിന്നെ ശർക്കര അതൊക്കെ ചേർത്തിട്ട്, ചായപ്പൊടി ഇതൊക്കെ ചേർത്താൽ മതി. ഒന്നും കിട്ടാത്ത സാധനങ്ങളല്ല, ഇതൊക്കെ കലക്കി ഒഴിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് പിന്നെ നന്നായി പൂക്കും കായ്ക്കുകയൊക്കെ ചെയ്യും. നല്ല ഭംഗിയുണ്ട് അല്ലേ? വളരെ ഇഷ്ടമായി. ഞാനത് പരാഗണം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടുതരാം. പരാഗണം ചെയ്തിട്ട് നല്ല നല്ല മുഴുത്ത കായ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വീട്ടിലുണ്ടായ രാത്രിയൊന്നും മെനക്കെടണമെന്നുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിലുണ്ടായാൽ നമുക്ക് സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി കഴിക്കാമല്ലോ. അങ്ങനൊരു ഇതാണ്. എനിക്കിതൊക്കെ വളരെ ഇഷ്ടമാണ്, ഇങ്ങനെ ഉണ്ടാക്കണതൊക്കെ. ഞാൻ എല്ലാതും പരീക്ഷിച്ചു നോക്കും. എല്ലാ കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്. നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ, നല്ല മെനക്കെട്ടിട്ട് ചെയ്യും ഞാൻ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ഹോബികൾ. വീട്ടിൽ ഇഷ്ടംപോലെ പണിയുണ്ട്, എന്നാലും അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറ്റണത് അതൊക്കെ നോക്കും. എന്ത് തൈ കിട്ടിയാലും അതൊക്കെ കുഴിച്ചിടും, അത്ര ഇഷ്ടമാക്കി. അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. ഇതിങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണവർക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണേ.